When 8 Bells Toll by Alistair MacLean. എല്ലാവർക്കും നമസ്കാരം. Chapter 7, Wednesday 10:40 PM to Thursday 2 AM. രാത്രി 10:30 ഹൺസ്ലേറ്റിൻ്റെ ബോഡി സർജൻറ്റിനോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കാൽവർട്ട് തിരിച്ച് വന്ന് ഫയർ ക്വസ്റ്റിലേക്ക് കയറി. അതിനിടയിൽ അദ്ദേഹം ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു. രാത്രി 12 മണിയോടെ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഷാർലറ്റ് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതുകൊണ്ട് അതിനുള്ളിൽ കപ്പൽ ടോർബെ ഹാർബറിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള സൗണ്ട് ഹാർബറിലേക്ക് നീക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. വീൽ ഹൗസിലേക്ക്, അതായത് സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള റൂം, അതിലേക്ക് കയറി. കൂടെ ചീഫും ഷാർലറ്റും ഉണ്ടായിരുന്നു. ഒരു ലൈറ്റും, അതായത് കപ്പലിൻ്റെ അകത്തുള്ള ഒരു ലൈറ്റും പ്രകാശിപ്പിക്കാതെ പുറത്തുള്ള സെർച്ച് ലൈറ്റ് മാത്രം ഓൺ ചെയ്തു. കപ്പൽ തുറമുഖത്ത് ഒരു കൽത്തൂണിനോട് കെട്ടിയിരുന്നു. ആ കയറഴിച്ച് മാറ്റി ആങ്കർ റിലീസ് ചെയ്തു. സെർച്ച് ലൈറ്റിൻ്റെ ശക്തമായ വെളിച്ചത്തിൽ കാൽവർട്ട് ചുറ്റും ഒന്ന് നോക്കി. ആ സെർച്ച് ലൈറ്റ് 40 ഡിഗ്രി വരെ തിരിക്കാനുള്ള ഒരു സംവിധാനം ആ വീൽ ഹൗസിൽ തന്നെ ഉണ്ട്. അങ്ങനെ തിരിച്ച് അദ്ദേഹം ഏകദേശം 30 മീറ്റർ ദൂരെ അവർക്ക് നേരെ തുഴഞ്ഞു വരുന്ന ഒരു ഡിങ്കി ബോട്ട് കണ്ടു. 3 രൂപങ്ങൾ അതിൻ്റെ അകത്തുണ്ടെന്ന് മനസ്സിലായി. മുഖം വ്യക്തമല്ല, കാരണം ഇരുട്ടാണൊന്ന്, അതുകൂടാതെ ശക്തമായ മഴയും കാറ്റും ഉണ്ട്. പക്ഷേ അതിൽ 2 പേരുടെ കയ്യിലിരിക്കുന്ന തോക്കുകളുടെ തിളക്കം അദ്ദേഹം മനസ്സിലാക്കി. ഒന്ന് ഒരു സബ്മെഷീൻ പിസ്റ്റളാണെന്നും മറ്റേതൊരു സാധാരണ പിസ്റ്റളാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. അതുപയോഗിക്കുന്ന ആൾക്കാരെക്കുറിച്ചും അദ്ദേഹം ഇതുവരെയുള്ള സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. ആ ചെറിയ പിസ്റ്റൾ കൈവശമുള്ള ആൾ ക്രാമറാണെന്നും സബ്മെഷീൻ പിസ്റ്റൾ കൈവശമുള്ള ആൾ ജാക്കസ് ആണെന്നും അദ്ദേഹം ഊഹിച്ചു. ലിങ്കി തുഴയുന്ന വ്യക്തിയുടെ വൈഡ് ഷോൾഡറും ബ്രോഡ് ചെസ്റ്റും മനസ്സിലാക്കി. മുഖം വ്യക്തമല്ലെങ്കിലും അദ്ദേഹം ഊഹിച്ചു അത് കിണ്ണായിരിക്കും. കപ്പൽ മുന്നോട്ടെടുത്തുകൊണ്ട് കൂടെ വന്നിരുന്ന ഷാർലറ്റിനോട് കാൽവർട്ട് പറഞ്ഞു, വീൽ ഹൗസിൻ്റെ ഡോർ തുറക്ക്. അകത്തിരുട്ടാണ്, പുറത്തുള്ള സെർച്ച് ലൈറ്റ് അല്ലാതെ യാതൊന്നും അകത്തില്ല. ഷാർലറ്റ് ഏകദേശം ഊഹം വെച്ച് നീങ്ങി വീൽ ഹൗസിൻ്റെ ഡോറ് തുറന്നു. ആ തുറക്കുന്ന ശബ്ദം കേട്ട കാൽവർട്ട് ചീഫിനോട് പറഞ്ഞു, താങ്കൾ കുറച്ചു നേരം സ്റ്റിയറിംഗ് പിടിച്ചോളൂ. ഞാൻ ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ഇടത്തോട്ട് തിരിക്കണം. കാൽവർട്ട് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ കയ്യിലെടുത്തു. ഒപ്പം പോക്കറ്റിൽ നിന്ന് ആ ശക്തമായ പെൻ ടോർച്ചും. അപ്പോഴേക്കും ആ ഡിക്കി ബോട്ട് ഏകദേശം 20 മീറ്റർ അടുത്തെത്തിയിരുന്നു. അതിൽ നിന്ന് സബ്മെഷീൻ ഗൺ അവർക്ക് നേരെ ചൂണ്ടുന്നതായി കാൽവർട്ടിന് മനസ്സിലായി. കാൽവർട്ട് ചീഫിനോട് പറഞ്ഞു, ഓൺ ദ പോർട്ട്. ഓൺ ദ പോർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മുഴുവനായിട്ട് ഇടത്തോട്ട് തിരിക്കുക എന്നാണ്. അത് കപ്പലിൻ്റെയും ബോട്ടിൻ്റെയൊക്കെ കാര്യത്തിലുള്ള ഒരു ടേമാണ്. പക്ഷെ ആ ഡിങ്കി ബോട്ടിൽ വരുന്നവർക്ക് അതൊരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. കാരണം ആ കപ്പലിൻ്റെ ഇടതുവശത്തൂടെയാണ് ഡിങ്കി ബോട്ട് വന്നിരുന്നത്. പെട്ടെന്ന് കപ്പൽ ഇടത്തോട്ട് തിരികുകയും അതേസമയം ആ സബ്മെഷീൻ ഗണ്ണിൽ നിന്ന് ഒരു ഫയറിംഗ് ഉണ്ടാവുകയും ചെയ്തു. ആ ഫയറിങ്ങിൻ്റെ വെളിച്ചം കാൽവർട്ട് കണ്ടു. പക്ഷേ കപ്പൽ പെട്ടെന്ന് ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ട് അത് ലക്ഷ്യം തെറ്റിപ്പോയി. അടുത്ത നിമിഷം അതിവേഗതയിൽ നീങ്ങിയ ആ കപ്പൽ ചെന്ന് ആ ഡിങ്കി ബോട്ടിലിടിച്ചു. ബോട്ട് 2ആയി പിളർന്ന് അതിലുള്ളവർ കടലിലേക്ക് വീണു. കാൽവർട്ട് ടോർച്ചെടുത്തു. ടോർച്ചും അദ്ദേഹത്തിൻ്റെ ചെറിയ പിസ്റ്റളും ഒന്നിച്ച് അദ്ദേഹം 2 കൈയിലായിട്ട് കടലിലേക്ക് ചൂണ്ടി. ജാക്കിസിൻ്റെ മുഖം അദ്ദേഹം വ്യക്തമായി കണ്ടു. അയാൾ ആ കടലിൽ കിടക്കുമ്പോഴും ആ സബ്മെഷീൻ ഗണ്ണ് തലയ്ക്ക് മേലെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് നനയാതിരിക്കാൻ. അയാളുടെ മുഖം ലക്ഷ്യമാക്കി കാൽവർട്ട് 2 റൗണ്ട് ഫയർ ചെയ്തു. അതോടെ ആ സബ്മെഷീൻ ഗണ്ണടക്കം അയാൾ കടലിലേക്ക് താന്നുപോയി. കടൽ നിരപ്പിൽ ആ കൈ എത്തുന്നത് വരെയും അയാൾ ആ സബ്മെഷീൻ ഗണ്ണിൽ നിന്ന് പിടിവിടുന്നില്ല എന്ന് കാൽവർട്ട് ശ്രദ്ധിച്ചു. അടുത്ത നിമിഷം അദ്ദേഹം ക്രാമറെ കണ്ടു. ക്രാമർക്ക് നേരെയും 2 റൗണ്ട് നിറയൊഴിച്ചു. ക്രാമറും കടലിലേക്ക് താന്നുപോയി. എത്ര നോക്കിയിട്ടും ക്വിന്നിനെ മാത്രം കാൽവർട്ടിന് കാണാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് തൊട്ടടുത്തായിട്ട് ഷാർലറ്റ്.
കാൽവർട്ട് അകത്ത് കയറി വീൽ ഹൗസിൻ്റെ ഗ്ലാസ്സിലൂടെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കപ്പൽ ആ തുറമുഖത്തിൻ്റെ കൽ തൂണുകൾക്ക് നേരെ നീങ്ങുന്നതാണ്. അതായത് ചീഫ് കപ്പൽ ശക്തമായി ഇടത്തോട്ട് തിരിച്ചു, പിന്നെ അത് സ്റ്റഡിയാക്കി. ഇവിടെ സ്റ്റഡിയാക്കുന്നതിന് പകരം അത് വലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാൽവർട്ട് ചീഫിനെ തള്ളി മാറ്റി സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി. എന്നിട്ട് ചീഫിനോട് ചോദിച്ചു, സാറിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കപ്പൽ തകർക്കാനാണോ ഉദ്ദേശം? ചീഫ് അമ്പരന്നൊന്ന് കാൽവർട്ടിനെ നോക്കി. എന്നിട്ട് പോക്കറ്റിൽ നിന്നൊരു കർച്ചീഫ് എടുത്ത് കണ്ണട തുടച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ണ് കാഴ്ച കുറവാടോ, ഈ കണ്ണടയിലാണെങ്കിൽ ആകെ മിസ്റ്റും. കാൽവർട്ട് കപ്പൽ അവിടെ കുറച്ചു നേരം നിർത്തി. ചീഫ് ചോദിച്ചു, ഇനി ഒരു അറ്റാക്ക് ഉടനെ ഉണ്ടാവുമോ? ഇല്ല, ഇനി ഉടനെ അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി അറ്റാക്ക് ഉണ്ടാവണമെങ്കിൽ അവരാ ഷാങ്ക്രില യാട്ട് തന്നെ എടുത്തുകൊണ്ട് വരണം. അതെന്താ, അവർക്ക് ആ ടെൻഡർ ബോട്ട് എടുത്തൂടെ? ടെൻഡർ ബോട്ട് ഇനി അവിടെ നിന്ന് നീങ്ങിയാൽ എനിക്ക് പഞ്ചസാരയിൽ വിശ്വാസമില്ലാതാവും. ചീഫ് അത്ഭുതത്തോടെ കാൽവർട്ടിനെ നോക്കുകയാണ്. എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത്? നമ്മളിന്ന് ഷാങ്ക്രിലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ വഴുതി വീണു എന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ. എന്നിട്ട് ഞാൻ നമ്മുടെ ബോട്ടിൻ്റെ നേരേക്ക് വളരെ മെല്ലെയാണ് നീന്തി വന്നത്, വളരെ പ്രയാസപ്പെട്ട്. എനിക്ക് വേഗത്തിൽ നീന്താൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ ആ ടെൻഡർ ബോട്ടിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് സ്റ്റാർട്ടാവില്ല, അവിടെ നിന്ന് നീങ്ങില്ല. ചീഫ് ചോദിച്ചു, 4 വെടിശബ്ദം ഞാൻ കേട്ടു, എന്താണ് സംഭവിച്ചത്? ജാക്കസും ക്ലാമറും തീർന്നു, കിന്നിനെ കിട്ടിയില്ല. പെട്ടെന്നാണ് നമ്മുടെ ഷാലറ്റ് വളരെ വല്ലാത്തൊരു ഭാവത്തോടെ വീൽ ഹൗസിൻ്റെ അകത്തേക്ക് കയറി വന്നത്. ഷാലറ്റ് കാൽവർട്ടിനോട് ചോദിച്ചു, താങ്കൾക്ക് ഒരു വിഷമവും ഇല്ലേ? കാൽവർട്ട് അവരെ ഒന്ന് ചോദ്യഭാവത്തിൽ നോക്കി. 2 പേരെ താങ്കൾ ഒരു ഭാവഭേദമില്ലാതെ ഷൂട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്ന് ശാന്തമായി സംസാരിക്കുന്നു. താങ്കൾക്കപ്പോൾ ഇക്കാര്യത്തിൽ യാതൊരു വിഷമവുമില്ലേ? ഉണ്ട്, സത്യമായിട്ടും എനിക്ക് വിഷമമുണ്ട്. കിണ്ണിനെയും കൂടി കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പെട്ടെന്ന് ചീഫ് ഷാലറ്റിനോട് പറഞ്ഞു, ഷാലറ്റ്, അയാളോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. അതല്ല സാർ, അയാൾക്ക് ആ 2 പേരെ അറസ്റ്റ് ചെയ്യായിരുന്നു. ചീഫ് ചോദിച്ചു, എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? അവർ ഒന്നിൽ കൂടുതൽ ആയുധധാരികൾ വരുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് മണ്ടത്തരമാണ്. അറസ്റ്റ് ചെയ്യുന്നത് പോയിട്ട് അവർക്കൊരു വാണിംഗ് കൊടുക്കുന്നത് പോലും മണ്ടത്തരമാണ്. ഒന്നുകിൽ അവർ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ അവരെ കൊല്ലും. അതിലേത് വേണം എന്നുള്ളത് കാൽവർട്ട് തീരുമാനിച്ചു. കാൽവർട്ട് അവരെ കൊന്നു. നമ്മളൊരു വിഷമുള്ള പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യും? കൊല്ലില്ലേ? അതിനേക്കാൾ കഷ്ടമാണ് ഇവരുടെ കാര്യം. അതുകൊണ്ട് അവർക്ക് അർഹിക്കുന്നത് തന്നെയാണ് കാൽവർട്ട് കൊടുത്തത്. കാൽവർട്ട് ഇവരുടെ സംസാരം ഒന്നും ശ്രദ്ധിക്കാതെ ചുറ്റും ഒന്ന് നോക്കി. ആ ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെടിശബ്ദം മറ്റാരും കേട്ടിട്ടില്ല. തുറമുഖത്തുള്ള മറ്റൊരു കപ്പലിൽ നിന്നോ യാട്ടിൽ നിന്നോ ഒരു ലൈറ്റും ഓണായിട്ടില്ല. കാൽവർട്ട് വളരെ സൂക്ഷിച്ച്, അവിടെ ഒരുപാട് ചെറിയ വള്ളങ്ങളും യാട്ടുകളും ഒക്കെ നിൽപ്പുണ്ട്. അതിലൊന്നും തട്ടാതെ കപ്പൽ ഹാർബറിൻ്റെ എൻട്രൻസിലേക്ക് പതുക്കെ ഓടിച്ചു തുടങ്ങി. പെട്ടെന്ന് ഷാലറ്റ് അവിടെ വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും കയറി വന്നു. അവരാദ്യം ചെയ്തത് വീൽ ഹൗസിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. കാൽവർട്ടൊന്ന് നോക്കി. അപ്പോൾ അതുവരെ കണ്ട രൂപമല്ല. ഒരു റൂമിൻ്റെ അകത്ത് പോയി ഒന്ന് മേക്കപ്പൊക്കെ നടത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, മുടിയൊക്കെ ചീവി കെട്ടി ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ കപ്പലിലേക്ക് നീന്തി കയറി വരുമ്പോഴേ കാൽവർട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അവരുടെ വയറിന് ചുറ്റുമായിട്ട് ഒരു ബാഗ് കെട്ടിവെച്ചിരുന്നു. അപ്പോൾ അത് ഈ മാറാനുള്ള ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ആണെന്ന് കാൽവർട്ട് അപ്പോഴാണ് മനസ്സിലാക്കിയത്. വീണ്ടും കാൽവർട്ട് കപ്പലോടിക്കുന്നതിന് ശ്രദ്ധ പുലർത്തി. ആ സമയത്ത് അവർ കാൽവർട്ടിനോട് മെല്ലെ പറഞ്ഞു, ഐ ആം സോറി ഫിലിപ്പ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞുകൂടായിരുന്നു. വളരെ സൗമ്യമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കുറച്ചു മുമ്പ് കാൽവർട്ട് ഒരു കൊലയാളിയാണ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ വളരെ ശാന്തയായിരിക്കുന്നു. അതും കാൽവർട്ട് ശ്രദ്ധിച്ചില്ല. കപ്പൽ ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
പിന്നീട് അവർ ചീഫിനോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്, അതറിയാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാൽവർട്ട് പറഞ്ഞു, അഭയം തേടി വന്നവർക്ക് അവകാശമൊന്നുമില്ല, കൂടുതൽ അവകാശം വേണമെങ്കിൽ വന്നതുപോലെ കടലിലേക്ക് ചാടി തിരിച്ചു പോവാം. അപ്പോൾ ചീഫ് പറഞ്ഞു, കാൽവർട്ട് അങ്ങനെയൊന്നും പറയരുത്, അവർ എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു സ്ത്രീയാണ്, ഒരു റോയൽ ഫാമിലി മെമ്പറാണ്, അതുകൊണ്ട് തന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാൽവർട്ട് ചീഫിനോട് ചോദിച്ചു, താങ്കൾ കുറച്ചു മുമ്പ് സർജൻറ്റിനെ വരട്ടി ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ച് അയാളെ തടവിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഈ സ്ത്രീയോട് താങ്കൾ തന്നെ ഈ രഹസ്യങ്ങളൊക്കെ പറയുമ്പോൾ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ലേ? ചീഫ് പറഞ്ഞു, അത് രണ്ടും വ്യത്യാസമുണ്ട്. അയാൾ ഏത് നിമിഷവും ശത്രുക്കൾക്ക് വിവരം ചേർത്തി കൊടുക്കും, ഇവരെന്തായാലും നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവരൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പിന്നെ കാൽവർട്ടൊന്നും വേണ്ടിയില്ല. ചീഫ് ഷാലറ്റിനോട് കഥ പറയാൻ തുടങ്ങി. കഴിഞ്ഞ ഏപ്രിൽ മാസം 5-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ 5 കപ്പലുകൾ ബ്രിട്ടീഷ് പോർട്ടുകളിൽ നിന്ന് യാത്ര തുടങ്ങി ദുരൂഹമായി കാണാതായിരിക്കുന്നു. ഈ കപ്പലുകളിലെല്ലാം വളരെ വില പിടിച്ച സ്വർണം, അല്ലെങ്കിൽ ഡയമണ്ട്, അതല്ലെങ്കിൽ എമറാൾഡ്. ആദ്യമായി കാണാതായ കപ്പൽ ഏപ്രിൽ 5-ന് പോകുന്ന സമയത്ത് അതിലുണ്ടായിരുന്നത് ഏകദേശം 10 ലക്ഷം പൗണ്ടിനുള്ള ഗോൾഡായിരുന്നു. രണ്ടാമത്തെ കപ്പലിൽ 30 ലക്ഷം പൗണ്ടിനുള്ള ഡയമണ്ട്. അങ്ങനെ ഓരോ കപ്പലിലും വില പിടിച്ച സാധനങ്ങൾ ഈ കപ്പലുകളൊന്നും കാണുന്നില്ല. അതിൽ വളരെ ഐഡൻറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം, എല്ലാ കപ്പലിൻ്റെയും ജീവനക്കാരെല്ലാം തടവിലാക്കപ്പെടുന്നു, 2 ദിവസം കഴിയുമ്പോൾ മോചിപ്പിക്കപ്പെടുന്നു, അവർക്കൊന്നും യാതൊരു പരിക്കോ ഉപദ്രവങ്ങളോ ഇല്ല. പക്ഷേ ഈ പോയ കപ്പലുകൾ എങ്ങോട്ട് പോകുന്നു എന്ന് മാത്രം ആർക്കും അറിയുന്നില്ല. ഇതുകൂടാതെ ഒരുപാട് ചെറുവള്ളങ്ങളും യാട്ടുകളും ഒക്കെ കാണാതാവുന്നത് വേറെ. അതിലുള്ള മനുഷ്യരെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ പോലീസിനോ മറ്റാർക്കോ കിട്ടിയിട്ടില്ല. ആ ഒരവസ്ഥയിൽ കാൽവർട്ട് ഒരു ഐഡിയ പറഞ്ഞു. ഈ സമയത്ത് ഷാലറ്റ് ചോദിച്ചു, അപ്പോൾ ക്യാപ്റ്റൻ ഇംബ്രി പറഞ്ഞത് ശരിയാണ്, താങ്കൾ ഒരു യുനെസ്കോ ഡെലിഗേറ്റ് അല്ല. ചീഫ് പറഞ്ഞു, ശരിയാണ്, ഞാൻ ബ്രിട്ടീഷ് നേവൽ ഇൻ്റലിജൻസിൻ്റെ ചീഫാണ്. കാൽവർട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് സീക്രട്ട് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. തുടർന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു, 3-ാമത്തെ കപ്പൽ കാണാതായപ്പോൾ കാൽവർട്ട് ഒരു നിർദ്ദേശം വെച്ചു, ഇത്തരം വിലപിടിച്ച് സാധനങ്ങളുമായിട്ട് പോകുന്ന കപ്പലുകളിലെല്ലാം 2 സീക്രട്ട് ഏജൻസിനെ കൂടി എംപ്ലോയ് ചെയ്യണം. അത് മറ്റാരും അറിയരുത്, കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഒഴിച്ച് ആരും അറിയരുത്. അങ്ങനെ വീണ്ടും പോയ കപ്പലുകളൊന്നും പക്ഷേ മിസ്സിംഗ് ആയില്ല. ഓഗസ്റ്റ് 6-ാം തീയതി യാത്ര തുടങ്ങിയ മറ്റൊരു കപ്പൽ, അപ്പം ഞങ്ങളുടെ മിഷൻ ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ സീക്രട്ട് ഏജൻസ് ഉണ്ടായിരുന്നില്ല, അതും മുമ്പ് പോയ 3 കപ്പലുകളെ പോലെ അപ്രത്യക്ഷമായി. അതിനുശേഷമാണ് കഴിഞ്ഞ ശനിയാഴ്ച നാൻഡസ്വിൽ യാത്ര തുടങ്ങുന്നത്. അതിലാണ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ പ്രോപ്പർട്ടീസ്, അതായത് 80 ലക്ഷം പൗണ്ടിന് തുല്യമായിട്ടുള്ള സ്വർണം, അത് ബ്രിട്ടീഷ് ട്രഷറിയിൽ നിന്ന് US ട്രഷറിയിലേക്ക് കൊണ്ടുപോകായിരുന്നു. അതിൽ ഞങ്ങളുടെ 2 ഏജൻസും ഉണ്ടായിരുന്നു, ഡെൽമണ്ടും ബേക്കറും. ഈ കപ്പലുകളിലെല്ലാം ഞങ്ങളുടെ സീക്രട്ട് ഏജൻസ് ചെയ്തിരുന്നത്, അത് പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾക്ക് റേഡിയോ സിഗ്നൽസ് അയച്ചുകൊണ്ടിരിക്കും ഓരോ 15 മിനിറ്റിലും. അതിൽ നിന്ന് ഈ കപ്പലിൻ്റെ സ്ഥാനം ഞങ്ങൾ ഊഹിച്ചുകൊണ്ടിരുന്നു. അതിന് ഞങ്ങൾക്ക് പല റേഡിയോ സ്റ്റേഷൻസും തീരപ്രദേശത്തുണ്ട്. അതുകൂടാതെ ഉൾക്കടലുകളിലേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ട് ആ സിഗ്നൽസ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക കപ്പലാണ് ഈ ഫയർ ക്രസ്റ്റ്. ഇതിന് ഞങ്ങൾക്ക് അത്തരം ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു, അതൊന്നും ഒപ്പില്ല, അതെല്ലാം ശത്രുക്കൾ കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അവരുടെ റേഡിയോ സിഗ്നൽസ് വ്യക്തമായി പിടിച്ചെടുക്കുന്നതിന് ഈ കപ്പൽ കടലിൽ നങ്കൂരമിട്ടിരുന്നു. അതിൻ്റെ ചാർജ് കാൽവർട്ടിനും ഹൺസ്ലെറ്റിനുമായിരുന്നു. പക്ഷേ ശനിയാഴ്ച രാവിലെ 10:22 ശേഷം ആ കപ്പലിൽ നിന്ന് സിഗ്നൽസ് വരാതായി.
ഉടനെ കാൽവർട്ട് ആ കപ്പലിൽ നിന്ന ഭാഗത്തുനിന്ന് ഒരു ഡിങ്കി ബോട്ടിൽ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ ശക്തമായ കാറ്റും മഴയും മൂലം അദ്ദേഹത്തിൻ്റെ അന്വേഷണം ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടു. മാത്രമല്ല, അദ്ദേഹം കടലിൽ നിന്ന് കപ്പൽ ഈ ഹാർബറിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥയിലേക്കും എത്തി. പിന്നീട് അദ്ദേഹം ആ കപ്പൽ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ കളർ മാറ്റിയിരിക്കുന്നു, അതിൻ്റെ മാസ്റ്റ് മാറ്റിയിരിക്കുന്നു. അതിലുണ്ടായിരുന്ന ജീവനക്കാരൊന്നുമില്ല. ഞങ്ങളുടെ 2 സീക്രട്ട് ഏജൻസും അതിൻ്റെ അത് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. കാൽവർട്ടിനെ തന്നെ അവർ വകവരുത്താൻ ശ്രമിച്ചു. തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ഇവിടെ ഒരു ഹെലികോപ്റ്റർ സെർച്ച് ഇന്നലെ രാവിലെ നടത്തി. വൈകുന്നേരം ലാൻഡ് ചെയ്യുന്നതിനിടയിലുണ്ടായ ഒരു ഫയറിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പൈലറ്റ് കൊല്ലപ്പെട്ടു. അദ്ദേഹം അപ്പോഴും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഈ സമയത്ത് ഷാലറ്റ് മെല്ലെ വന്ന് കാൽവർട്ടിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സോറി ഫിലിപ്പ്, ഞാൻ ഇതുവരെ പറഞ്ഞതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു. അപ്പോഴും കാൽവർട്ട് അവരെ കൂടുതലായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. തുടർന്ന് ചീഫ് പറഞ്ഞു, ശരി, സമയം ഒരുപാടായി, എനിക്ക് കുറച്ചു നേരം ഒന്ന് ഉറങ്ങണം, ഞാൻ നിങ്ങളെപ്പോലെ ചെറുപ്പമല്ല. ഷാലറ്റ് വീണ്ടും ചീഫിന് നേരെ തിരിഞ്ഞു. ഇപ്പോഴും താങ്കൾ മുഴുവൻ പറഞ്ഞിട്ടില്ല. ചീഫ് ഒന്ന് ചോദ്യഭാവത്തിൽ ഷാലറ്റിനെ നോക്കി. ഹൺസ്ലെറ്റ് എവിടെ എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ കേട്ട് നിങ്ങൾ കൂടുതൽ ഭയപ്പെടണമെന്നില്ല. പറഞ്ഞ അവസ്ഥയ്ക്ക് ഞാൻ അതും കൂടി അറിയാമല്ലോ. വീണ്ടും ചീഫ് പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം അവർ ഹൺസ്ലെറ്റിനെയും കൊന്നു. നിങ്ങൾ ഈ കപ്പലിൻ്റെ അകത്ത് കയറി ലോവർ ഡെക്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് പോലീസ് അദ്ദേഹത്തിൻ്റെ ബോഡി ഇവിടുന്ന് കൊണ്ടുപോയത്. അത്രയും പറഞ്ഞ് ചീഫ് ഉറങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചു. ആ സമയത്ത് കാൽവർട്ട് പറഞ്ഞു, ഈ കടലിൽ ഈ ശക്തമായ മഴയും കാറ്റും ഉള്ളപ്പോൾ എനിക്ക് പോകണമെങ്കിൽ ഈ ഇരുട്ടുമായിട്ട് എൻ്റെ കണ്ണൊന്ന് പൊരുത്തപ്പെടണം. അതുകൊണ്ട് ആ ലൈറ്റ് ഓഫ് ചെയ്യുക. ഷാലറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ കാൽവർട്ടിന് മനസ്സിലായി ഷാലറ്റ് അദ്ദേഹത്തോട് വല്ലാതെ വന്ന് ചേർന്ന് നിൽക്കുന്നു. പക്ഷേ കാൽവർട്ട് അതറിഞ്ഞ ഭാവം കാണിച്ചില്ല. അല്പം കഴിഞ്ഞ് ഷാലറ്റ് ചോദിച്ചു, ഇപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അപ്പം ഇത്രയും നേരം പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? നമ്മളൊരു സീക്രട്ട് മിഷനിലാണ്. അല്ല, എന്നാലും ഞാനും കൂടി വരുന്നതുകൊണ്ട് ഞാൻ അറിയാലോ. നീ പോയിട്ട് ചീഫിന് പോലും അറിയില്ല ഇപ്പം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങേരുടെ അടുത്ത് ചോദിച്ചാലും അറിയില്ല. അവർ കാൽവർട്ടിനോട് മെല്ലെ പറഞ്ഞു, ഞാൻ താങ്കൾക്ക് ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരട്ടെ. ഒരു ലൈറ്റ് ഓൺ ചെയ്യാതെ താഴെ ലോവർ ഡെക്കിലെയോ അല്ലെങ്കിൽ ഈ അപ്പർ ഡെക്കിലെയോ ഒരു ലൈറ്റ് ഓൺ ചെയ്യരുത്. ചീഫിനെ ഉണർത്തുകയും ചെയ്യരുത്. അദ്ദേഹം പറ്റുന്നത്ര നേരം ഉറങ്ങിക്കോട്ടെ. ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷാലറ്റ് 2 കപ്പുകളിൽ കാപ്പിയായിട്ട് വന്നു. ആ സമയത്ത് കാൽവർട്ട് ആലോചിച്ചു, കാപ്പി ഉണ്ടാക്കാൻ വൈകുന്നതിനുള്ള വേൾഡ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ഇവക്ക് കൊടുക്കണം. കാൽവർട്ട് കപ്പലൊരു ഭാഗത്ത് ആങ്കർ ചെയ്തു. അതിനിടയിൽ അദ്ദേഹം പുറത്തിറങ്ങി എഞ്ചിൻ റൂമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്കൂബ സൂട്ട് എടുത്ത് ധരിച്ചിരുന്നു. കാൽവർട്ട് എന്നിട്ട് ഷാലറ്റിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ ഈ കപ്പലിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. തിരിച്ചു വരുന്നത് വരെ ഈ കപ്പൽ ഇവിടെ നിന്ന് മൂവ് ചെയ്യാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തണം. അയ്യോ, എനിക്ക് അതൊന്നും അറിയില്ല. അവരൊരു പഴയ സിനിമാ നടിയാണെന്ന് കാൽവർട്ടിന് നേരത്തെ അറിയാമായിരുന്നു. കാൽവർട്ട് വീണ്ടും പറഞ്ഞു, നീ അഭിനയിച്ച പഴയ ഒരു ഫ്രഞ്ച് സിനിമ കണ്ടിട്ടുണ്ട്, അതിൽ നീ ഒരു കപ്പൽ ഓടിക്കുന്നുണ്ടല്ലോ. അവർ പറഞ്ഞു, അത് കപ്പൽ പുറമേക്ക് കാണിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഇന്നർ കാണിച്ചിരുന്നത് ഒരു ചെറിയ ബോട്ടാണ്. അത് തന്നെ കടലിലായിരുന്നില്ല, സ്റ്റുഡിയോയ്ക്കകത്തുള്ള സ്വിമ്മിംഗ് പൂളിലായിരുന്നു. അത് തന്നെ ഓടിക്കുന്നത് ഞാനായിരുന്നില്ല, ഡ്യൂപ്പായിരുന്നു. കാൽവർട്ട് പറഞ്ഞു, ഇവിടെ എന്തായാലും സാഹചര്യങ്ങളാകെ മാറ്റമുണ്ട്. സ്വിമ്മിംഗ് പൂളല്ല, നല്ല അറ്റ്ലാന്റിക് ഓഷൻ, ഡ്യൂപ്പില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, ചീഫിൻ്റെ സഹായം തേടാം. രണ്ടാളും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാം. അദ്ദേഹത്തിന് കപ്പലൊക്കെ കൺട്രോൾ ചെയ്യാൻ അറിയാം, പക്ഷേ കണ്ണ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ജോലി നിനക്ക്. കാൽവർട്ട് പുറത്തിറങ്ങി. കടലിൽ കൂടെ നീന്തുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 4 മുഖങ്ങളായിരുന്നു. ബേക്കർ, ഡെൽമണ്ട്, വില്യംസ്,
ആൻഡ് ഹൺസ്ലെറ്റ്. ഈലൻ ഓറൻ എന്ന ഐലൻഡിലേക്ക് അദ്ദേഹം കയറി. അതായത് തലേ ദിവസം സെർച്ച് ചെയ്യുമ്പോൾ, തലേ ദിവസം എന്ന് പറയാൻ കാരണം ഇപ്പം അർദ്ധരാത്രി കഴിഞ്ഞ് 1 മണിക്കൂർ 20 മിനിറ്റ് ആയിരിക്കുന്നു. അതായത് പുലർച്ചെ 1:20. ബുധനാഴ്ച അദ്ദേഹം ഡൊണാൾഡ് മെക് ഈച്ചേണിനെ കണ്ട സ്ഥലം, അദ്ദേഹത്തെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ഡൊണാൾഡ് മെക് ഈച്ചേൺ. ആ ഐലൻഡിലേക്ക് കയറി അദ്ദേഹം ആദ്യം പോയത് അവിടുത്തെ ബോട്ട് ഹൗസിലേക്കാണ്. ബോട്ടിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ട്, കൂടെ വളരെയധികം തുരുമ്പിച്ച ഒരു എഞ്ചിൻ. അത് കഴിഞ്ഞ് അദ്ദേഹം മെക് ഈച്ചേണിൻ്റെ വീട്ടിന് നേരേക്ക് നടന്നു. ആ വീട്ടിൽ എപ്പോഴും പ്രകാശം കാണാം. ജനലിലൂടെ നോക്കി അവിടെ ഒരു കസേരയിൽ മെക് ഈച്ചേൺ വളരെ വിഷാദമഗ്നനായി ഇങ്ങനെ ഇരിക്കുന്നു. കാൽവർട്ട് ശബ്ദം ഉണ്ടാക്കാതെ അകത്ത് കയറി. മെക് ഈച്ചേണിൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്നു. മെക് ഈച്ചേൺ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കയ്യിലൊരു പിസ്റ്റളുമായിട്ട് നിൽക്കുന്ന കാൽവർട്ടിനെയാണ്. മെക് ഈച്ചേൺ ചാടി എണീറ്റു. ചുമരിൽ അദ്ദേഹത്തിൻ്റെ റൈഫിൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതിലേക്ക് നോക്കിക്കൊണ്ടാണ് ചാടി എണീക്കുന്നത്. കാൽവർട്ട് പറഞ്ഞു, അതവിടെ കിടന്നോട്ടെ, അതിനെടുത്താൽ തന്നെ താങ്കൾ സേഫ്റ്റി ക്യാച്ചർ റിലീസ് ചെയ്യാറില്ലല്ലോ. അദ്ദേഹം കാൽവർട്ടിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ താങ്കൾ എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇനി ഞാൻ സത്യം പറയാം, അതിൻ്റെ അത് ബുള്ളറ്റും ഇല്ല. അദ്ദേഹം വീണ്ടും ആ ചെയറിലേക്ക് ഇരുന്നു. എൻ്റെ പേര് ഫിലിപ്പ് കാൽവർട്ട്. ഞാൻ ചില കാര്യങ്ങൾ താങ്കളോട് ചോദിക്കട്ടെ. മെക് ഈച്ചേൺ ഒരു ചോദ്യഭാവത്തിൽ കാൽവർട്ടിനെ നോക്കി. കാൽവർട്ട് പറഞ്ഞു, താങ്കൾ കുറച്ച് ദിവസം മുമ്പ് കടലിൽ വെച്ച് അരുതാത്തത് എന്തോ കണ്ടു എന്ന് ആ അരുതാത്തത് ചെയ്യുന്നവർക്ക് മനസ്സിലായി. അവർ താങ്കളെ തടവിലാക്കിയിരിക്കുന്നു. താങ്കളുടെ ഫ്രണ്ടിനെ ഞാൻ തലേ ദിവസം രാത്രി കണ്ട് സംസാരിച്ചിരുന്നു, അതായത് സർജന്റ് മെക്ഡൊണാൾഡ്. അദ്ദേഹം പറഞ്ഞു താങ്കൾ വിവാഹിതനാണെന്ന്. പക്ഷേ താങ്കളുടെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഇല്ലയെന്ന് എനിക്കറിയാം. അതായത് താങ്കളുടെ ഭാര്യ അവരുടെ തടവിലാണ് അല്ലേ? മെക്ഡൊണാൾഡ് ഇങ്ങനെ വളരെ ആശ്ചര്യത്തോടെ കാൽവർട്ടിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ ഒരു ഗവൺമെൻറ് സെർവൻ്റ് ആണെന്ന് ഞാൻ ഊഹിക്കുന്നു. കാൽവർട്ട് പറഞ്ഞു, വളരെ ശരിയാണ്. എന്ന് മാത്രമല്ല, ഞാനൊരു സീക്രട്ട് സർവീസ് ഏജൻ്റാണ്. അദ്ദേഹം ചാടി എണീറ്റു. കാൽവർട്ടിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവളെ അവർ കൊണ്ടുപോയി, എന്നെ ഇവിടെ തടവിലാക്കിയിരിക്കുന്നു. കാൽവർട്ട് പറഞ്ഞു, അതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തം ഞാൻ കണ്ടു. താങ്കളുടെ ബോട്ട് തകർത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ എൻജിൻ ഉപ്പുവെള്ളം നിറച്ച ചാക്ക് അടുക്കി വെച്ച് പിടിപ്പിച്ച് ഒരു പരുവാക്കിയിരിക്കുന്നു. അതായത് ആരും കണ്ടാൽ സംശയിക്കരുത്, താങ്കളുടെ അശ്രദ്ധ കൊണ്ട് എൻജിൻ തുരുമ്പിച്ചു പോയി എന്ന് വരുത്തി തീർക്കണം. അപ്പോൾ താങ്കൾ എവിടെയെങ്കിലും നിർത്തിയിരിക്കുന്ന ഒരു ഉദ്ദേശം, ആരെങ്കിലും എന്നെ അന്വേഷിച്ച് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറണം. പിന്നെ പരിചയമില്ലാത്ത ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ അവരെ ഞാൻ ഇന്നലെ കാണിച്ച പോലുള്ളൊരു പെർഫോമൻസ് കാണിച്ച് ഓടിക്കണം. പല സമയത്തും അവരുടെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇനി അവരുടെ ആൾക്കാർ ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഭാര്യ അവരുടെ തടങ്കലിലാണ്. താങ്കളൊരു പഴയ പട്ടാളക്കാരനല്ലേ, ഇങ്ങനെ അധീരത കാണിച്ചാലോ? അദ്ദേഹം വീണ്ടും അത്ഭുതത്തോടെ കാൽവർട്ടിനെ നോക്കുകയാണ്. അത് താങ്കളോട് ആര് പറഞ്ഞു? സീക്രട്ട് ഏജൻസിന് പല വഴികളുണ്ട്. ഉടനെ മെക് ഈച്ചേൺ ഒന്ന് ഉഷാറായി. പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. 51st ബറ്റാലിയനിലെ സർജൻ്റായിരുന്നു മിസ്റ്റർ കാൽവർട്ട് ഞാൻ. 51st ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ 1ാം ലോക മഹായുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ബ്രിട്ടൻ്റെ ഒരു ബറ്റാലിയനാണ്. കാൽവർട്ട് പറഞ്ഞു, താങ്കൾ ഉറങ്ങാറില്ലേ? ഈ രാത്രി ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം? ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി കാൽവർട്ട്. എൻ്റെ ഭാര്യയെ പോയാൽ പിന്നെ മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. കാൽവർട്ട് പറഞ്ഞു, നാളെ രാവിലെ താങ്കളുടെ ഭാര്യയെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഞാൻ നേരിട്ട് തന്നെ കൊണ്ടുവരും. നാളെ രാത്രി താങ്കൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. അദ്ദേഹം വീണ്ടും കാൽവർട്ടിനെ, ഇന്ന് വ്യാഴാഴ്ച പുലർച്ച, ഇത്ര പെട്ടെന്നോ? അതെ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ? എന്താ? ഞാനും കൂടെ താങ്കളുടെ കൂടെ വരട്ടെ? വേണ്ട, താങ്കൾ വിശ്രമിക്കൂ.
ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. താങ്കൾക്കുള്ള ഭക്ഷണം അവരിവിടെ വരുമ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ടിൻഡ് മീറ്റും കൊണ്ടുവരും. പിന്നെ ഞാനിടയ്ക്ക് മീൻ പിടിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. കാൽബർട്ട് വീണ്ടും പറഞ്ഞു, സമാധാനമായിട്ടിരിക്കൂ, നാളെ രാവിലെ താങ്കളുടെ ഭാര്യയുമായിട്ട് ഞാൻ വരും. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. കണ്ണു തുടച്ചദ്ദേഹം നോക്കുമ്പോൾ കാൽബർട്ട് അവിടെ നിന്ന് പോയിരുന്നു.